ഹലോ ഗൈസ്, ഇന്നത്തെ എൻ്റെ ദിവസത്തെ അടുക്കളയിൽ കുറച്ച് പരിപാടികളൊക്കെ ഒന്ന് കണ്ടാലോ. അപ്പോൾ അത് ആ പേപ്പറിൽ കുറച്ച് പരിപ്പാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ പരിപ്പ് എടുത്തിട്ട് ഇതേപോലെ അങ്ങ് കഴുകിയെടുക്കുകയാണ്. എളുപ്പത്തിന് വേണ്ടിയിട്ട് വേറെ പാത്രം എടുക്കാനുള്ള മടി കൊണ്ട് കുക്കറിൽ തന്നെ ഇട്ട് കഴുകാണ്. ഇതിൽ ചെള്ള അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ആദ്യത്തെ കറി സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പരിപ്പ് കറിയാണ്. പരിപ്പിലേക്ക് തക്കാളി, സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് ഒരു 2-3 വിസിൽ വരുന്നത് വരെ വേവിക്കാൻ വയ്ക്കാം. ഇനി നമുക്ക് ഈ ഒരു നേന്ത്രക്കായ വെച്ചിട്ടൊരു പണിയുണ്ട്. അതിനിടയിൽ അപ്പച്ചൻ കടയിൽ പോയി നേന്ത്രക്കായ വാങ്ങിയപ്പോൾ കൂടെ ഇവനും കൂടി വാങ്ങിയിട്ടുണ്ട്. ഇവനെ നാളെ നമുക്ക് പണിപ്പെടുത്താം. പിന്നെ ഇതേപോലെ വീട്ടിലുണ്ടായിട്ട് കിട്ടുന്ന സാധനങ്ങളൊന്നും തിന്നാതെ വിടരുത്. ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ അല്ലേ, അപ്പോൾ അതൊക്കെ അടിച്ച് കയറ്റണം കേട്ടോ, വീട്ടിലുണ്ടായത്. അങ്ങനെ നമുക്ക് കായ ഒന്ന് നന്നാക്കി എടുക്കാം. ബീഫിലേക്കൊക്കെ ഇടുന്ന ആ ഒരു പരുവില്ലേ, ആ ഒരു പരുവത്തിന് 4 പീസാക്കിയിട്ട് ഇതേപോലെ അങ്ങ് നെടുകയും കീറിയും നമുക്ക് അങ്ങോട്ട് എല്ലാം മുറിച്ചെടുക്കാം. അതുപോലെ തന്നെ സവാള അരിഞ്ഞെടുക്കാം. കുഞ്ഞ് സവാളയാണ് ഇപ്രാവശ്യം വാങ്ങിയപ്പോൾ കിട്ടിയത്. അത് ഇതേപോലെ നൈസായിട്ട് അരിഞ്ഞെടുക്കുക. അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി നമുക്ക് ഇടിക്കല്ലിൽ ഇതേപോലെ അങ്ങ് ചതച്ചെടുക്കാം. ഇതുപോലെ ചതച്ചെടുക്കാൻ മടിയുള്ളവർ മിക്സിയുടെ ചെറിയ ജാറിൽ ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താൽ മതി. പിന്നെ തക്കാളി ഇതേപോലെ അരിഞ്ഞ് നമുക്ക് പീസാക്കിയിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ പോർക്ക് കറി വയ്ക്കാനായിട്ട് പോർക്കും കായും കൂടി കറി വയ്ക്കാനുള്ള സംഭവങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ പരിപ്പ് കറി കണ്ടോ, വെന്ത് കുഴഞ്ഞ് ശരിക്ക് എല്ലാ ചേരുവകളും കൂടി ഒന്നായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഇവിടുത്തെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ളൊരു റെസിപ്പിയാണ്. സിമ്പിളാണ്, പെട്ടെന്ന് പണി കഴിയും. ഇനി വെളിച്ചെണ്ണ ഒഴിക്കുക, അത് ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിക്കുക, വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഇലയിട്ടിട്ട് നമുക്ക് ഈ ഒരു പരിപ്പ് കറിയിലേക്ക് താളിച്ചൊഴിക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മണം കൂടി അതിലോട്ട് കിട്ടും. അങ്ങനെ നമ്മളുടെ പോർക്കും കായും കൂടി വേവിക്കാനായിട്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പരിപ്പ് കറി അടിപൊളിയല്ലേ. അങ്ങനെ വെന്ത് വന്നിട്ടുള്ള പോർക്കും കായും നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ആ കൂട്ടുകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നന്നായി വഴഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതൊന്ന് വഴറ്റി വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പോർക്കും കായും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി സെറ്റാക്കി ഒന്ന് അടച്ചു വെച്ച് ഒന്നും കൂടി ഒരു തള വരുന്നത് വരെ വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോർക്കും കായും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്കിത് പണ്ട് അച്ഛൻ്റെ വീട്ടിൽ എൻ്റെ മേമയുടെ മോളൊക്കെ ഇതിനെ ബുൾബുൾ എവിടെ എന്ന് പറഞ്ഞിട്ടാണ് കഴിക്കണം കേട്ടിട്ടുള്ളത്. ഈ ഒരു പോർക്കിൻ്റെ സോഫ്റ്റായിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അതിനെയാണ് അവർ ഈ ബുൾബുൾ എന്ന് പറയുന്നത്. പക്ഷേ എനിക്കിതിൻ്റെ ആ ഒരു ഹാർഡായിട്ടുള്ള ഇറച്ചി പീസുകളാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് പോർക്ക് കറി ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബായ്.